ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഹാപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് കൊറിയയിൽ നിന്ന് ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കൊളാബറേഷനാണ്. അതൊരു ഹെയർ ക്ലിനിക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഹോങ്ഡേയിലുള്ള നാസിൽ ഹെഡ് സ്പാ ബൈ ജൂമി, ഓക്കെ, ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ കുറച്ചൊന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചിക്കൻ കഴിച്ചു. കാരണം ഇവിടെ ഫ്രൈഡ് ചിക്കൻ നല്ല ഫേമസ് ആണ്. നമ്മുടെ അവിടുത്തെ ഒരു ടേസ്റ്റിൽ കിട്ടുന്ന ആകെ ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഫ്രൈഡ് ചിക്കനാണ്. അപ്പം അത് കുറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഹെഡ് സ്പാ ചെയ്യാനായിട്ട് പോയി. ഭയങ്കര അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. അത്യാവശ്യം നല്ല വലിയ ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സ്റ്റാഫ്സിനോടൊക്കെ സംസാരിച്ചു. ഭയങ്കര നല്ല അപ്രോച്ച്. എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്തത് ഡയറക്ടർ ജൂമിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു AI ഡിറ്റക്ഷനൊക്കെ ചെയ്തു. ഫസ്റ്റ് അവർ നമുക്ക് കോഫി, ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കതൊക്കെ കൊണ്ടു തന്നു. എന്നിട്ട് ഇതുപോലെ AI ഡിറ്റക്ഷൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ കണ്ടീഷൻ, ഹെയർ ബേസ്റ്റ് ആണോ, നോർമലാണോ, അതേപോലെ ഡ്രൈ ആണോ, ഓയിലി ആണോ ഒക്കെ നോക്കും. എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആണെന്ന് പറഞ്ഞിട്ട്, അല്ല സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആണെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി കുറച്ച് സിറമൊക്കെ ഇട്ട് സ്റ്റീമൊക്കെ പിടിച്ചതിന് ശേഷം ബാക്കി പ്രൊസീജിയറിലേക്ക് പോയി. ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ സ്റ്റീമൊക്കെ കണ്ടിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഉള്ളിൽ പോയിട്ട് ബാക്കി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് തരം മസാജസ് ഉണ്ടായിരുന്നു. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു എനിക്ക് കൊറിയയിൽ വന്നതിന് ശേഷം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് കൊളാബാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആൻഡ് ഹാപ്പിയാണ്. ഇതൊരിക്കലും ഇത്രയും പെട്ടെന്നൊന്നും ഒരു കൊളാബ് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഇവിടുത്തെ ടെക്നോളജി വൈസ് ഇവർ ഭയങ്കര ഫോർവേഡാണ്. നല്ല ടെക്നോളജീസ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനിടയ്ക്കും സൊനാലി എനിക്ക് കോഫിയൊക്കെ കൊണ്ട് തന്നു. എന്നിട്ട് നമ്മളെല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് എനിക്കത് സെറ്റ് ചെയ്തും തന്നു. ഞങ്ങൾക്ക് 3 പേർക്കും അതിൻ്റെ സാമ്പിൾസും തന്നു. അപ്പോൾ I am 100% സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒലീവിയങ്ങിലേക്ക് കയറി. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് പരിചയപ്പെട്ട ഒരു കുട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞങ്ങളൊന്ന് ഒലീവിയങ്ങിൽ കയറിയിട്ട് കുറച്ച് ഫൗണ്ടേഷൻ, കുറച്ച് ലിപ്സ്റ്റിക്ക്, അതിൻ്റെയൊക്കെ ഷെയ്ഡൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ ഈ ട്രൈമിയൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നിന്നപ്പോഴേക്കും അവൾ വന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അവളെയും കൂട്ടി നമ്മൾ ഇന്ന് ഫയർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സോൾ ഫയർ വർക്ക്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നല്ല ഫേമസ് ആണ്. ഇവിടെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്ത് രസമാറിയോ, ഹോങ്ഡേ ഭയങ്കര വൈബ്രന്റ് സ്ട്രീറ്റ് ആണ്. എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അത്രയും ഓർത്തില്ല. ഭയങ്കര കളർഫുൾ ആണ്, ഫുൾ യൂത്ത് ആണ് അവിടെ. അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ട്രെൻഡി ഔട്ട്കംസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ഹോങ്ഡേന്ന് പർച്ചേസ് ചെയ്താൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. കാരണം നമുക്ക് പോയിട്ട് ചേച്ചിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേസ് പിടിച്ചിട്ട്. അപ്പൊ ഞങ്ങള് വേഗം പോകണം. ബട്ട് പോയ ബസ് എല്ലാം പ്രശ്നമായിരുന്നു ഗൈസ്. എല്ലാം നിർത്തി, അങ്ങോട്ട് പോകുന്നില്ല തിരക്ക് കാരണം. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. ரொம்ப கஷ்டமான நிலைமையில இருக்கு இப்போ. வாக் பண்ணி லெக்ஸ் பேக் எல்லாமே ஒரு வழி ஆயிட்டேன். சொல்ல எப்படி இருக்க? காலெல்லாம் வலிக்குது. ஓகே, இன்னும் வரல. இன்னும் 20 மினிட்ஸ் வாக் பண்ணணும். அதுக்கப்புறம் ஜீவன் இருந்துச்சுன்னா அதுக்கடுத்து வீடியோ எடுக்கலாம். இன்னும் தமிழ்ல பேசிட்டு இருக்கேன். അപ്പൊ ജീവൻ ഉണ്ടെങ്കിൽ കാണാം ഗൈസ്. നടന്നു പോവാണ് ഗൈസ്. ഇനി ഒരു 15 മിനിറ്റ് നടക്കാണ്ട്. 15 നിമിഷമാ? അപ്പൊ നടന്നിട്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ഫുൾ ആൾക്കാർ, അങ്ങോട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. എല്ലാം നിറയെ ആൾക്കാരുണ്ട്, നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും പിന്നാലെ ഞങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ നോക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നടന്നു പോയിട്ട് നന്നായി കാണാൻ പറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലേ നമുക്ക് നോക്കാം. വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി കുറെ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ ഏകദേശം അവിടെ എത്തി. അപ്പൊ അവിടെ നല്ല ക്രൗഡാണ് ഗൈസ്, ഫുൾ ആൾക്കാരാണ്. തിരക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഇത് ജസ്റ്റ് കയറുന്ന പാർട്ടാണ്. ഇനി ഉള്ളിലേക്കൊക്കെ പോയാൽ എല്ലാവരും ഇരുന്ന് സെറ്റിലായിട്ടുണ്ടാവും. അവിടെ അതിലും വലിയ തിരക്കായിരുന്നു. ഇത് ജസ്റ്റ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ നിറയെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നിറയെ സ്റ്റാഫ്സ്, വോളണ്ടിയേഴ്സ് നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓൺ ദ വേ. പിന്നെ നമ്മൾ സീറ്റ് രാവിലെ മുതൽ ആൾക്കാർ ടെൻറ്റ്, ബെഡ് ഒക്കെ വെച്ച്
അങ്ങനെ സെറ്റിലായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിനായിട്ട്. അപ്പം നമ്മൾ വേഗം പോയിട്ടില്ലെങ്കിൽ നമുക്ക് സീറ്റ് ഒരു പ്രശ്നമാവും. പിന്നെ നമുക്ക് ചേച്ചിയും ഇവിടെയുള്ള സുരേഷൻ അവരെല്ലാവരും കൂടിയിട്ട് രാവിലെ കുറച്ച് നേരത്തെ വന്നിട്ട് സീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കൊളാബറേഷൻ നേരത്തെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ നേരത്തെ വരാൻ പറ്റാതിരുന്നത്. പിന്നെ ഞങ്ങൾ വന്നു, ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നു. അതിനൊക്കെ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ചേച്ചി നല്ല ചിക്കൻ കറി, ചേട്ടൻ നല്ല ചിക്കൻ ഫ്രൈയും പുലാവും, നമ്മൾ കുറച്ച് ജ്യൂസും സ്നാക്സും പിന്നെ സമൂസയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ ഇരുന്ന് നല്ല സന്തോഷമായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ഫുഡും. പിന്നെ അടുത്തൊക്കെ ആൾക്കാർ ഗെയിംസ് കളിക്കുന്നുണ്ട്, ഇതുപോലെ ഫുഡ് കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, ബുക്ക് വായിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ഭയങ്കര ഒരു ഹാപ്പി വൈബിലാണ് എല്ലാവരും ഉള്ളത്. ഫുൾ ഏരിയ കവേർഡാണ് ഗൈസ്. നമുക്കൊരു തുള്ളി സ്ഥലം പോലും ഇനി വന്നവർക്ക് ആ ഭാഗത്തൊന്നും ഇടാനായിട്ട് പറ്റില്ല. ഇനി വരുന്നവർക്ക് കുറേയൊക്കെ നിന്ന് കാണാനും, പിന്നെ അതിലും വൈകി വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. ഉള്ളിലോട്ടുള്ള എൻട്രി തന്നെ സ്റ്റോപ്പ് ചെയ്യും. പുറത്ത് നിന്നാണ് പിന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഈ പ്രോഗ്രാം കാണണമെങ്കിൽ നമ്മൾ നേരത്തെ വന്നിട്ട് സീറ്റൊക്കെ വെക്കണം. ഇപ്പൊ ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തവണ അവര് സീറ്റ് വെച്ച് തന്നുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. ഒരുപാട് സന്തോഷം. അതിനുശേഷം ചുമ്മാ ഒന്ന് നടക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയി. നിറയെ ഫുഡ് കോർട്ട് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കിയപ്പം ഇതേപോലെ പൊട്ടാറ്റോ സ്പൈറൽ റോള്, നമ്മളിങ്ങനെ സ്പൈറൽ പൊട്ടാറ്റോ ഇല്ലേ, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പോർക്കിന്റെ ലിവർ, അതിന് ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. പോർക്കിന്റെ ലിവറിനൊക്കെ അതുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ്റെ ഡിഷസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫുൾ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളെപ്പോലെ വച്ച് കൊടുക്കുന്നവരും ഉണ്ട്, പിന്നെ ചെറിയ സ്റ്റവ് ഒക്കെ വെച്ച് അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യുന്നവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം കോട്ടൺ ക്യാൻഡി കഴിക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കോട്ടൺ ക്യാൻഡി ഒക്കെ കണ്ടുപിടിച്ച് ഒന്ന് വാങ്ങി. നല്ല രസം ഉണ്ടായിരുന്നു അത്. ഞാൻ കുറെ ആയി കഴിച്ചിട്ട്. അതും ഇവിടുത്തെ കോട്ടൺ ക്യാൻഡി ഒക്കെ ഈ ഡ്രാമാസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര കഴിക്കണം എന്നൊരു ആഗ്രഹമുള്ള ഐറ്റമായിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. നമ്മൾ പറഞ്ഞ കളറിൽ ഉണ്ടാക്കി തന്നു. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടിയൊക്കെ നടന്ന് ഒന്ന് ചുറ്റി അടിച്ച് ബാക്ക് ടു നമ്മുടെ പ്ലേസിൽ പോയിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ കൊറിയയുടെ ഫയർ വർക്ക്സിന് വേണ്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.